BJPയുടെ മുമ്പിലെ പ്രധാന ഭേദഗതികൾ അതിന് 2/3 ഭൂരിപക്ഷം കൂടിയേ തീരൂ. ലോക്സഭയിൽ 360 BJP NDA സഖ്യം ലക്ഷ്യം വെക്കുന്നത്. അതിനായി എന്ത് രീതിയിലുള്ള പിളർത്തലും BJPക്ക് സ്വീകാര്യമാണ്. ഇപ്പോൾ DMK കോൺഗ്രസുമായി തെറ്റി നിൽക്കുന്നതിനെ മുതലെടുക്കാൻ നോക്കുന്നു. തൃണമൂൽ MPമാർ മൊത്തത്തിൽ BJPയിലാണ് എന്ന കിംവദന്തി പരത്തുന്നു. ഉദ്ധവ് താക്കറെ വിഭാഗത്തിലുള്ളവർ ഷിൻഡെ വിഭാഗത്തിലോട്ട് ചേർന്ന് ഉടൻ തന്നെ BJPയുടെ സഖ്യത്തിന്റെ അംഗസംഖ്യ വർദ്ധിക്കും, ഇരട്ടിയിലധികം വർദ്ധിക്കുമെന്ന് പ്രഖ്യാപനം നടത്തുന്നു. ഇങ്ങനെയൊക്കെയാണ് BJP പറയുന്ന ടാർഗറ്റ് കൂട്ടാൻ പോകുന്നത്. DMK പ്രത്യക്ഷത്തിൽ BJPക്ക് സഹായം ചെയ്തില്ലെങ്കിലും അവർ പരോക്ഷമായി ആ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നാൽ 347 തന്നെ ധാരാളം, 2/3 നേടിയെടുക്കാൻ എന്നാണ് BJPയുടെ കണക്കൂട്ടൽ. ആം ആദ്മി പാർട്ടി ഒന്നും ഇപ്പോൾ ഒരു വിഷയമേ അല്ല. നോക്കൂ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJP കേവല ഭൂരിപക്ഷം പോലും എത്താതിരുന്നപ്പോൾ കൃത്യമായി കോൺഗ്രസ് വിജയിച്ചു എന്ന് കരുതിയവർക്ക് തെറ്റി എന്നൊക്കെയാണ് പറയുന്നത്. BJP സത്യത്തിൽ വിജയിക്കുകയാണ്. BJP എങ്ങനെയാണ് ഒരു നുഴഞ്ഞുകയറ്റം പോലെ ലോക്സഭയിൽ MPമാരെ ജനാധിപത്യ രീതിയിൽ അല്ലാതെ തന്നെ പലരുടെയും സഖ്യം നേടിയെടുത്തുകൊണ്ട്, പലരെയും അടർത്തിയെടുത്തുകൊണ്ട്, പലരെയും കൃത്യമായി വിഭജിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കുന്നത്? നോക്കൂ, ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു അല്ല BJPയുടെ സഖ്യകക്ഷിയെങ്കിൽ അവർ മറ്റൊരു ഓപ്ഷൻ സ്വീകരിക്കും. അവർ YSR കോൺഗ്രസിനെ പാർട്ടിയിലാക്കാൻ ശ്രമിക്കും. YSR കോൺഗ്രസിലേക്ക് ലയിക്കുകയോ അല്ലെങ്കിൽ സഖ്യം ചേരുകയോ ചെയ്താൽ ജഗൻമോഹനെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ, ജഗൻമോഹനെതിരെ അഴിമതി കഥകളും അനധികൃതമായ സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കേസുകളിൽ BJP നേതൃത്വം ജഗനെ അകത്താക്കാൻ ശ്രമിക്കും. എന്നാൽ BJPയുടെ ഈ വിരട്ടും അട്ടഹാസവും ഒന്നും കണ്ട് ഭയപ്പെടാത്ത ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഒന്ന് അഖിലേഷിന്റെ സമാജ്വാദി പാർട്ടി, മറ്റൊന്ന് എന്ന് പറയുന്നത് ബിജു ജനതാദൾ, നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ അത്തരത്തിൽ ഒരു പാർട്ടിയാണ്. സ്വന്തമായ നിലപാടും വ്യക്തിത്വവും കാത്തു സൂക്ഷിക്കാൻ നവീൻ പട്നായിക്കിന് കഴിയുന്നുണ്ട്. BJPയുമായി പണ്ടൊരിക്കൽ കൂട്ടുകൂടിയതിന്റെ ക്ഷീണം നവീൻ പട്നായിക്കിന് വല്ലാതെ ഉണ്ട്. പക്ഷെ പിന്നീട് ഒരിക്കലും BJPയുമായി സഹകരിക്കാൻ നവീൻ പട്നായിക് ഇന്നേ വരെ രാഷ്ട്രീയത്തിൽ തയ്യാറായില്ല. അധികാരം പോയാൽ പോട്ടെ എന്ന് വിചാരിക്കും. എന്നാൽ BJPയുമായി ഒരു കൂട്ടുകൂട്ടൽ, അതും ഒഡീസയുടെ സംസ്ഥാനത്ത്, ഒഡീസയുടെ മണ്ണിൽ അത് വേണ്ട. അത് കൃത്യമായി തീരുമാനമെടുക്കാൻ കെൽപ്പുള്ള വ്യക്തിയാണ് നവീൻ പട്നായിക്. ഇടയ്ക്ക് വെച്ച് പാണ്ഡ്യനുമായി സഹകരിച്ചതിന്റെ പേരിൽ നഷ്ടമുണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ തിരിച്ചു വരാൻ കഴിയും. കോൺഗ്രസുമായി സഖ്യത്തിന് വേണ്ടി നീങ്ങുന്നു. ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ. BJPക്ക് മറ്റൊരു തിരിച്ചടി കിട്ടിയത് ശിരോമണി അകാലിദളുമായുള്ള സഖ്യം വീണ്ടുപോയത് തന്നെയാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. 2017 വരെ ഭരിച്ചിരുന്ന ശിരോമണി BJP സഖ്യത്തെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് അന്ന് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രിയായത്. 2022 അവിടെ ആം ആദ്മി അധികാരത്തിലെത്തി. എന്നാൽ ഇന്ന് ആം ആദ്മി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും തൂത്തുവാരപ്പെടുന്ന അവസ്ഥയാണ്. പറഞ്ഞു വരുന്നത് വേറെയാണ്. 2/3 ഭൂരിപക്ഷം കിട്ടാം എന്ന് BJP കരുതിക്കൂട്ടി വലിയ തോതിൽ ഈ ഭരണഘടനയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ അവിടെ കൂടുതൽ ഓപ്ഷനുകൾ, മറ്റു വഴികളിലൂടെ ഇന്ത്യ മുന്നണിക്ക് തെളിഞ്ഞു കിട്ടും. അല്ലെങ്കിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് അതിനുള്ള കെൽപ്പ് നേടിയെടുക്കാൻ കഴിയും.